നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഖത്തർ വിമാനത്താവളത്തിൽ മലയാളികൾ കുടുങ്ങി. ദോഹയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഖത്തർ എയർവേസിന്റെ വിമാനം മുടങ്ങി. കുടുങ്ങിയവരിൽ സ്ത്രീകളും കൈക്കുഞ്ഞുങ്ങളുമുണ്ട്. അയർലൻഡിൽ നിന്നും ലണ്ടനിൽ നിന്നും ഒക്കെ വന്നിട്ട് ട്രാൻസിറ്റ് ആയിട്ട് ഇവിടെ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അക്കൂട്ടത്തിൽ പിന്നെ ഖത്തറിൽ നിന്ന് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കുറേ കുഞ്ഞു കുട്ടികൾ, തീരെ 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ തൊട്ട് അതുപോലെ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോകുന്ന തീരെ കുഞ്ഞു കുട്ടികൾ തൊട്ട് ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷേ എന്താണ് നമ്മുടെ ഫ്ലൈറ്റ് ഇതുവരെ ക്യാൻസലായത് എന്താണെന്നോ ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് രാവിലെ നമ്മളെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറ്റിയതാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മളെ തിരിച്ചിറക്കി കൊച്ചിയിൽ ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വേറൊരു അപ്ഡേഷനും നമുക്ക് കിട്ടിയിട്ടില്ല. ദോഹയിൽ നിന്ന് അൻവർ പാലേരി ചേരുന്നു തത്സമയം. അൻവർ, ഇന്നലത്തെ രാത്രിയിലത്തെ സാഹചര്യം അറിയാം. വിമാനങ്ങൾ സർവീസുകളിലൊക്കെ കാര്യമായ തടസ്സമുണ്ടായിരുന്നു, താറുമാറായ സാഹചര്യമുണ്ട്. പക്ഷേ ഇത്ര മണിക്കൂറുകൾ പിന്നിട്ട ശേഷവും ഇവരുടെ തുടർ യാത്ര സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിക്കുന്നില്ല എന്ന് പറയുന്നു. ഭക്ഷണം കൃത്യമായി നൽകിയിട്ടില്ല, അത്തരം സൗകര്യങ്ങളൊന്നും ഏർപ്പെടുത്തിയില്ല എന്ന് പരാതിയുണ്ട്. എന്താണ് ഈ വിമാന കമ്പനി ഇത് സംബന്ധിച്ച് നൽകുന്ന വിവരം? ഗോകുൽ, സ്വാഭാവികമായി ഇന്നലെ ഉണ്ടായ ഒരു സാഹചര്യം നമുക്കറിയാം. വിമാനങ്ങൾ എല്ലാം വെച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാ സർവീസുകളും നിർത്തിവെച്ച സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖത്തർ ദോഹ രാജ്യാന്തര വിമാനത്താവളം എന്ന് പറയുന്നത് വലിയൊരു കണക്ടിവിറ്റിയാണ്. 100 കണക്കിന് വിമാനങ്ങളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഖത്തർ വിമാനത്താവളത്തിലേക്ക് എത്തുന്നത്. ട്രാൻസിറ്റ് യാത്രക്കാരുണ്ടാവും. പല വിമാനങ്ങളും യൂറോപ്പ്, അതുപോലെ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന, ദൂരദിക്കുകളിൽ നിന്ന് വരുന്ന വിമാനങ്ങളൊക്കെ ഖത്തറിൽ എത്തിയ ശേഷമാണ് മറ്റു യാത്രക്കാരുമായി കേരളത്തിലേക്കൊക്കെ പോകാറുള്ളത്. ഇന്ത്യൻ സെക്ടറിലേക്ക് സാധാരണ സർവീസ് നടത്തുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും സമയം, കാരണം ഇന്നലെ വൈകിട്ട് മുതൽ ഈ രാവിലെ വരെയുള്ള ഒരു സമയം വിമാന സർവീസുകൾ മുടങ്ങുക എന്നത് ഖത്തർ ദോഹ രാജ്യാന്തര വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ടാസ്ക് ആണ്. കാരണം അത്രയധികം വിമാനങ്ങളാണ് ദോഹ വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് നടത്തുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളമാണ്. അതുപോലെ തന്നെ ഖത്തർ എയർവേസ് ലോകത്തെ ഏറ്റവും വലിയ വിമാന കമ്പനികളിൽ ഒന്നാണ്. ഇന്ന് രാവിലെ എയർപോർട്ട് അതോറിറ്റി അറിയിച്ചത് ദോഹ രാജ്യാന്തര വിമാനത്താവളം സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. യാത്രക്കാർ ക്ഷമയോടെ കാത്തിരുന്നതിന്, ക്ഷമ കാണിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു എന്നൊക്കെ ഖത്തർ എയർവേസ് അറിയിച്ചിരുന്നു. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നാളത്തോടു കൂടി മാത്രമേ ദോഹ രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണഗതിയിലേക്ക് മടങ്ങുകയുള്ളൂ. ഇന്ന് ധാരാളം സർവീസുകൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് ദോഹ വിമാനത്താവളത്തിൽ നിന്നും നിരവധി വിമാനങ്ങൾ സർവീസ് നടത്തിയിട്ടുണ്ട്. ലോസ് ഏഞ്ചൽസ്, കൊളംബോ, മിയാമി, ബാങ്കോക്ക്, കൊളംബോ, അതുപോലെ ബഹ്റൈൻ, ഈജിപ്ത്, ഇങ്ങനെ നിരവധി രാജ്യങ്ങളിലേക്കുള്ള നിരവധി വിമാനങ്ങൾ ഇന്ന് ഖത്തറിൽ നിന്ന് സർവീസ് നടത്തിയിട്ടുണ്ട്. അതുപോലെ കണ്ണൂരിലേക്കുള്ള ഒരു ഇൻഡിഗോ സർവീസ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഇൻഡിഗോ തന്നെ ബോംബെ, ചെന്നൈ പോലുള്ള മറ്റ് ഇന്ത്യൻ സെക്ടറുകളിലേക്ക് സർവീസ് നടത്തിയിട്ടുണ്ട്. ഇത് സ്വാഭാവികമായും നേരിടുന്ന വലിയൊരു തടസ്സമാണ്. നമുക്കറിയാം, ഇത്രയധികം പാസഞ്ചേഴ്സ് എയർപോർട്ടിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം, അവിടെ 100 കണക്കിന് ആളുകൾ ഇങ്ങനെ പല വിമാനങ്ങളുടെയും ലോബികളിൽ വെയിറ്റ് ചെയ്യുന്നു, പല സ്ഥലങ്ങളിലായി വെയിറ്റ് ചെയ്യുന്നു. ഇത് ഇനി ശരിയായി വരണമെങ്കിൽ എനിക്ക് തോന്നുന്നത് നാളത്തോടുകൂടി മാത്രമേ ഈ സർവീസുകൾ സാധാരണഗതിയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുള്ളൂ. ഗോകുൽ, ശരി. ഏതായാലും യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അത് സംഘർഷത്തെ തുടർന്നുണ്ടായ അപ്രതീക്ഷിതമായ സാഹചര്യമാണ്. സാധാരണ നിലയിലേക്ക് ഈ വിമാന സർവീസുകൾ എത്താൻ കുറച്ചുകൂടി സമയമെടുക്കുമെന്നതാണ് അൻവർ പാലേരി ദോഹയിൽ നൽകുന്ന വിവരം. വെടിനിർത്തൽ ധാരണ ലംഘിച്ച് ആക്രമണം നടത്തിയതിൽ ഇസ്രയേലിനെതിരെ അമേരിക്ക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ബോംബർ വിമാനങ്ങൾ ഇസ്രയേൽ മടക്കി വിളിച്ചു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് ട്രംപ് അതൃപ്തി അറിയിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനെ ആക്രമിക്കില്ലെന്ന് ഇസ്രയേൽ ഉറപ്പു നൽകിയെന്ന് ട്രംപ് വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാവിലെ വെടിനിർത്തൽ ധാരണ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നാടകീയ സംഭവങ്ങൾ. വെടിനിർത്തൽ ഇരു രാജ്യങ്ങളും അംഗീകരിച്ച മണിക്കൂറുകൾക്കുള്ളിൽ ഇറാനെതിരെ ആരോപണവുമായി ഇസ്രായേൽ രംഗത്തെത്തി. ധാരണ ലംഘിച്ച് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയ ഇറാൻ ഞെട്ടിവിറയ്ക്കുമെന്നായിരുന്നു ഇസ്രായേൽ മുന്നറിയിപ്പ്. ഇതോടെ വെടിനിർത്തലിൽ ആശങ്ക കനത്തു. എന്നാൽ ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിച്ച് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയതോടെ കഥ മാറി. വെടിനിർത്തലിന് ധാരണയായ ശേഷവും ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നാണ് ട്രംപ് തുറന്നടിച്ചത്. ലോഡ് കണക്കിന് ബോംബുകൾ ഇസ്രായേൽ വർഷിച്ചെന്നും ട്രംപ്
Israel, as soon as we made the deal, they came out and they dropped a load of bombs, the likes of which I've never seen before. The biggest load that we've seen. I'm not happy with Israel. You know, when I say, okay, now you have 12 hours, you don't go out in the first hour and just drop everything you have on them. So I'm not happy with them. ബോംബിടരുതെന്നും പോർവിമാനങ്ങളെ മടക്കി വിളിക്കണമെന്നും ഇസ്രായേലിന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ട്രംപ് ഫോണിൽ വിളിച്ചു. ബോംബർ വിമാനങ്ങൾ മടങ്ങിയെന്നും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കില്ലെന്നും സോഷ്യൽ മീഡിയയിൽ ട്രംപ് വ്യക്തമാക്കി. ഇന്ന് രാവിലെ വെടിനിർത്തൽ ധാരണയിലെത്തും മുൻപ് ഇസ്രായേലും ഇറാനും കനത്ത ആക്രമണമാണ് നടത്തിയത്. ഇസ്രായേൽ നഗരമായ ബീർഷബയിൽ ഇറാന്റെ ആക്രമണത്തിൽ 7 പേരാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ 12 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 610 പേർ കൊല്ലപ്പെട്ടെന്നും 4700 പേർക്ക് പരിക്കേറ്റെന്നും ഇറാൻ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം മേഖല ശാന്തമാവുകയാണ്. ഇന്ന് രാത്രി തന്നെ ഇറാൻ വ്യോമപാത തുറന്നേക്കും. ഇസ്രയേലിനെ ആദ്യം ആക്രമിക്കില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. യുദ്ധത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതികരിച്ചു. മുഹമ്മദ് അൻവറുണ്ട് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. അൻവർ, ഈ ധാരണകൾക്ക് ശേഷവും ആക്രമണം തുടർന്നു എന്നത് ആശങ്കപ്പെടുത്തിയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ, അപ്ഡേറ്റ്സ്, അത് കുറച്ചുകൂടി സമാധാനവും ശാന്തതയും ആ മേഖലയിലേക്ക് വരുന്നു എന്നതാണല്ലോ. വ്യോമപാത എപ്പോഴത്തേക്കായും തുറക്കുക, അത് സംബന്ധിച്ചുള്ള സൂചനകൾ. ഗോകുൽ, 12 ദിവസത്തെ പ്രത്യാക്രമണങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇറാനും ഇസ്രയേലും വെടിനിർത്തിയെന്ന് നമുക്ക് പറയാം. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ആക്രമണത്തിൻ്റെ ഒരു വാർത്തയും ആ മേഖലയിൽ നിന്ന് വരുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കർശന നിർദ്ദേശത്തിന് ശേഷം ഇസ്രായേലും ആക്രമണം പൂർണ്ണമായും അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത, കഴിഞ്ഞ ഈ ആക്രമണത്തെ തുടർന്ന് 12 ദിവസം മുൻപ് ഇസ്രായേൽ ആരംഭിച്ച ഈ ആക്രമണത്തെ തുടർന്ന് ഇറാൻ വ്യോമപാത അടച്ചിരുന്നു. അത് ഇന്ന് രാത്രി തന്നെ തുറന്നേക്കുമെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏത് സമയത്തേക്ക് അത് തുറക്കുമെന്ന് ഇപ്പോൾ കൃത്യമായി പറയുന്നില്ലെങ്കിലും ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണങ്ങൾ കുറഞ്ഞ പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ ആ മേഖല വ്യോമപാത തുറക്കുമെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ട്രംപിൻ്റെ അടിയന്തരമായ ഇടപെടലിന് ശേഷം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അവിടുത്തെ ഇറാൻ മാധ്യമങ്ങളെ സംസാരിച്ചിരുന്നു. ഒരു കാരണവശാലും ഇറാൻ ഇനി ഇസ്രായേലിനെ ആദ്യം ആക്രമിക്കുകയില്ല, ഇറാൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെങ്കിലും ഇപ്പോൾ നിലവിലുണ്ടായ വെടിനിർത്തൽ കരാർ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതിനപ്പുറത്തേക്ക് ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധമാണ്. ഐ എം റെഡി ടു ഓപ്പൺ ഫോർ ഡയലോഗ്സ് എന്നാണ് അദ്ദേഹം പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് ഈ 12 ദിവസങ്ങൾക്ക് ശേഷം ഇറാൻ്റെ ആണവ കാര്യങ്ങളിൽ ഉൾപ്പെടെയുള്ള ഒരു വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഇറാൻ പ്രസിഡന്റ് തുറന്നു പറയുന്നു. അതിനുശേഷം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഹേഗിലെത്തിയിട്ടുണ്ട്. നാറ്റോ ഉച്ചകോടിക്കായി ഹേഗിലെത്തിയിട്ടുണ്ട്. അവിടെ ലോകരാജ്യങ്ങളുമായി അദ്ദേഹം തലവന്മാരുമായി അദ്ദേഹം ചർച്ച നടത്തും. അങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെതായി വന്ന ഏറ്റവും പുതിയ പോസ്റ്റ്, ഇറാനിലെ ആണവ സൗകര്യങ്ങൾ നശിപ്പിക്കാനായതും യുദ്ധം അവസാനിപ്പിക്കായതും വലിയ അംഗീകാരമായി താൻ അത് കാണുന്നു എന്നൊരു പോസ്റ്റ് അദ്ദേഹം ഇപ്പോൾ പുതുതായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു ആകട്ടെ ഈ യുദ്ധം കൊണ്ട് എന്തൊക്കെയാണോ ഇസ്രായേൽ ഉദ്ദേശിച്ചത് അതെല്ലാം നേടാനായെന്നും യുദ്ധം ചെയ്തതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു എന്നും പറയുന്നു. ട്രംപിന് കൊടുത്ത വാക്കാണ് ഇറാനെ ഇനി ആക്രമിക്കില്ല എന്നത്, ആ വാക്ക് തുടരുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. 3 രാഷ്ട്ര തലവന്മാരും അവരവരുടെ നേട്ടങ്ങളും അവർക്ക് യുദ്ധം കൊണ്ടുണ്ടായ മെച്ചങ്ങളും എടുത്തു പറയുന്നുണ്ട്. നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം, ഈ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വൈകുന്നേരത്തെ കർശന ശാസനയ്ക്ക് ശേഷം മേഖലയിൽ ആക്രമണത്തിൻ്റെ വാർത്തകളില്ല. സമാധാനം വരും ദിവസങ്ങളിൽ അവിടെ പുലരും. വ്യോമപാത തുറക്കൽ അതിൻ്റെ ഒരു ആദ്യ ഘട്ടം എന്ന നിലയ്ക്ക് നമുക്ക് വിലയിരുത്താം. എന്തായാലും 12 ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് അറുതിയായിരിക്കുന്നു. ഗോകുൽ. ശരി, മുഹമ്മദ് അൻവറാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പ്രതീക്ഷ നൽകുന്ന സമാധാനത്തിൻ്റെയും സംഘർഷങ്ങൾ ഒഴിയുന്നതിൻ്റെയും അപ്ഡേറ്റ്സ് ആണ് ഇറാനിൽ നിന്നും ഇസ്രയേലിൽ നിന്നും ഒടുവിൽ വരുന്നു. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. അൽ ഒദൈദ് സൈനിക താവളം ആക്രമിക്കേണ്ടി വന്നതിൽ ഇറാൻ ഖേദം പ്രകടിപ്പിച്ചതായി ഖത്തർ പ്രധാനമന്ത്രി. 9 മിസൈലുകളാണ് ഇറാൻ ഖത്തറിന് നേരെ ഉപയോഗിച്ചതെന്നും ഇതിൽ ഒരെണ്ണം ഒഴികെ ബാക്കിയുള്ളതിനെ പ്രതിരോധിച്ചുവെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ആക്രമണത്തെ തക്ക സമയത്ത് പ്രതിരോധിച്ച ഖത്തർ സായുധ സേനയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഇന്നലെ രാത്രി 7 മണിയോടെ രാജ്യത്തെ മുൾമുനയിൽ നിർത്തി അൽ ഒദൈദ് US സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇന്ന് രാവിലെ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ്
ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ആക്രമണത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കാൻ ഖത്തർ നയതന്ത്ര ശ്രമങ്ങൾ നടത്തുന്നതിനിടെ അയൽരാജ്യമായി കണക്കാക്കുന്ന രാജ്യത്തു നിന്നുണ്ടായ ആക്രമണം അത്ഭുതപ്പെടുത്തിയെന്നും ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലെബനൻ പ്രധാനമന്ത്രി ഡോക്ടർ നവാഫ് സലാമും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 9 മിസൈലുകളാണ് ഇറാൻ ഖത്തറിന് നേരെ ഉപയോഗിച്ചതെന്നും ഇതിൽ ഒരെണ്ണമൊഴികെ ബാക്കിയെല്ലാം നിർവീര്യമാക്കിയതായും അദ്ദേഹം പറഞ്ഞു. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഖത്തർ സായുധ സേനയെ അദ്ദേഹം അഭിനന്ദിച്ചു. ആക്രമണത്തെ അപലപിച്ച ഖത്തർ പ്രധാനമന്ത്രി കൂടുതൽ സംഘർഷം ഒഴിവാക്കുന്നതിന് എല്ലാ കക്ഷികളും ചർച്ചകളിലേക്ക് മടങ്ങണമെന്നും ആഹ്വാനം ചെയ്തു. പ്രാദേശിക സ്ഥിരതയും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് സംഭാഷണത്തിന്റെയും സഹകരണത്തിന്റെയും പ്രാധാന്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിലവിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ ലക്ഷ്യമാക്കിയുള്ള ചർച്ചകൾക്ക് സൗകര്യമൊരുക്കാൻ ഖത്തർ സന്നദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി നടന്ന ഫോൺ സംഭാഷണത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഖേദം പ്രകടിപ്പിച്ചതായും പ്രധാനമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. അൻവർ പാലേരി, 24 ദോഹ. ഖത്തറിലെ US സൈനിക താവളത്തിന് നേരെ കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് ഗൾഫ് നാടുകളിലെ വ്യോമഗതാഗത മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. സംഘർഷം മൂർച്ഛിച്ച സാഹചര്യത്തിൽ വിവിധ ഗൾഫ് നാടുകൾ വ്യോമപാത അടച്ചതോടെ മേഖലയിലെ വ്യോമഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വളർന്നത്. അപകട മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് പ്രാദേശിക സമയം വൈകുന്നേരം 7 മണിയോടെയാണ് ഖത്തർ തങ്ങളുടെ വ്യോമപാത അടക്കാൻ തീരുമാനിച്ചത്. ഇതോടെയാണ് മേഖലയിൽ പുതിയ സംഭവ വികാസങ്ങൾ രൂപപ്പെട്ടത്. തൊട്ടുപിന്നാലെ ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം സംഭവിക്കുകയും തുടർന്ന് ബഹ്റൈനും കുവൈത്തും തങ്ങളുടെ വ്യോമപാത അടക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതോടെ ഗൾഫ് വ്യോമ മേഖല അക്ഷരാർത്ഥത്തിൽ സ്തംഭിക്കുകയായിരുന്നു. ആഗോള ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് റഡാർ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം മേഖലയിലെ 8 പ്രധാന വിമാനത്താവളങ്ങളിലെ പ്രവർത്തനങ്ങളാണ് താൽക്കാലികമായി നിർത്തിവെച്ചത്. അപ്രതീക്ഷിതമായി വിമാന ഗതാഗതം നിർത്തിവെച്ചതോടെ ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള നിരവധി വിമാനങ്ങളുടെ പ്രവർത്തനം താറുമാറായി. വിവിധ ഗൾഫ് രാജ്യങ്ങൾ വ്യോമപാത അടക്കാൻ തീരുമാനിക്കുന്നതിന് തൊട്ടുമുമ്പ് ചില വിമാനങ്ങൾ പറന്നുയരുകയും ചെയ്തിരുന്നു. കുവൈത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട ഇൻഡിഗോ എയർ വിമാനം അടിയന്തിരമായി തിരിച്ചിറക്കിയാണ് പ്രതിസന്ധി മറികടന്നത്. 243 അന്താരാഷ്ട്ര വിമാന സർവീസുകൾ റദ്ദാക്കുകയും നൂറുകണക്കിന് വിമാനങ്ങൾ ഗൾഫിലെയും ഇന്ത്യയിലെയും ഇതര വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. UAE-യിലേക്കുള്ള 25 വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ റദ്ദാക്കിയത്. തിങ്കളാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് പല രാജ്യങ്ങളും അടച്ചുപൂട്ടിയ വ്യോമപാത തുറന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ മധ്യവേനൽ അവധി ആരംഭിച്ച സമയമായതിനാൽ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രവാസി കുടുംബങ്ങളും ഈ വിമാനങ്ങളിലെ യാത്രക്കാരായി ഉണ്ടായിരുന്നു. ഏകദേശം 6 മണിക്കൂർ നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനൊടുവിൽ ചൊവ്വാഴ്ച പുലർച്ചെ മുതലാണ് പല വിമാനങ്ങളുടെയും പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് മാറിയത്. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. ഗൾഫ് മേഖലയിലെ വ്യോമപാതകൾ തുറന്നതോടെ നാളെ മുതൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ എയർ ഇന്ത്യ. യൂറോപ്പിലേക്കുള്ള സർവീസുകളും ഘട്ടം ഘട്ടമായി പുനഃസ്ഥാപിക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. സംഘർഷം അയഞ്ഞതോടെയാണ് വ്യോമപാത തുറക്കാൻ ഗൾഫ് രാജ്യങ്ങൾ തീരുമാനിച്ചത്. ഇതോടെ ഇന്ത്യൻ വിമാന കമ്പനികൾ കൂട്ടത്തോടെ റദ്ദാക്കിയ വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചു തുടങ്ങി. മിഡിൽ ഈസ്റ്റിലേക്കുള്ള എല്ലാ സർവീസുകളും നാളെ മുതൽ പൂർവ്വസ്ഥിതിയിലാകുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. US, കാനഡ സർവീസുകൾ വരും ദിവസങ്ങളിൽ പഴയ രീതിയിലെത്തുമെന്നും കമ്പനി വ്യക്തമാക്കി. എന്നാൽ റദ്ദാക്കിയ ഇൻഡിഗോ വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. നേരത്തെ വ്യോമപാത അടച്ചതിനെ തുടർന്ന് കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്കും തിരിച്ചുമുള്ള 40-ലേറെ വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു. റദ്ദാക്കിയതിൽ അധികവും എയർ ഇന്ത്യ ഫ്ലൈറ്റുകളാണ്. 24 ഡൽഹി. അടച്ച വ്യോമാതിർത്തികൾ തുറന്നതോടെ വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം സർവീസ് നടത്തുമെന്ന് എമിറേറ്റ്സ് എയർലൈൻസും ഫ്ലൈ ദുബൈയും അറിയിച്ചു. ചില വിമാന സർവീസുകൾക്ക് തടസ്സം നേരിട്ടേക്കാമെന്നും പുതിയ അപ്ഡേറ്റുകൾക്കായി യാത്രക്കാരോട് അവരുടെ ഫ്ലൈറ്റ് സ്റ്റേറ്റസ് ഓൺലൈനിൽ പരിശോധിക്കാനും എയർ അറേബ്യ അറിയിച്ചു. വ്യോമപാതകൾ തുറന്നതോടെ വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചതായും ചിലപ്പോൾ വിമാന സർവീസുകൾക്ക് കാലതാമസം നേരിടുമെന്നും ഖത്തർ എയർവേസും അറിയിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിച്ചു. ദുബായ്, അബുദാബി, ഷാർജ, അൽ ഐൻ, റാസൽ ഖൈമ എന്നിവയുൾപ്പെടെ UAE-യിലെ പ്രധാന നഗരങ്ങളിലേക്കും മറ്റ് മിഡിൽ ഈസ്റ്റ് നഗരങ്ങളിലേക്കുമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ നാളെ മുതൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. UAE-യിൽ താമസ വിസ ദുരുപയോഗം ചെയ്ത 21 ആളുകൾക്ക് ശിക്ഷ വിധിച്ച് കോടതി.
വ്യാജ കമ്പനികൾ സ്ഥാപിച്ച് ആളുകൾക്ക് വിസ നൽകിയാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. വ്യാജ കമ്പനികൾ സ്ഥാപിക്കുക, അതിൽ നിരവധി വിസകൾ ലഭ്യമാക്കുക, ഇത് ആളുകൾക്ക് നൽകി പണം ഈടാക്കുക. കൂടാതെ വ്യാജ കമ്പനികൾ സ്ഥാപിച്ച് ആളുകളെ യുഎഇയിലേക്ക് കൊണ്ടുവന്ന ശേഷം തൊഴിലാളികളുടെ താമസ പദവി ശരിയാക്കാതെ സ്ഥാപനങ്ങൾ പെട്ടെന്ന് അടച്ചുപൂട്ടുക. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കെതിരെയാണ് യുഎഇ ശക്തമായ നടപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. GDRFA നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം നടത്തുകയായിരുന്നു. കമ്പനികളുടെ ഓഫീസുകൾ എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ താമസ വിസകൾ നിയമവിരുദ്ധമായി നേടുന്നതിന് മാത്രമായാണ് ഈ കമ്പനികൾ സ്ഥാപിച്ചെന്ന് കണ്ടെത്തിയതായി സീനിയർ അഡ്വക്കേറ്റ് ജനറലും സിറ്റിസൺഷിപ്പ് ആൻഡ് റെസിഡൻസി പ്രോസിക്യൂഷൻ തലവനുമായ ഡോക്ടർ അലി ഹുമൈദ് ബിൻ ഗാഥം പറഞ്ഞു. വിഷയത്തിൽ വിവിധ രാജ്യക്കാരായ 21 ആളുകളെയാണ് അധികൃതർ പിടികൂടി നിയമ നടപടികൾക്ക് വിധേയരാക്കിയിരിക്കുന്നത്. ഇവർക്ക് 25.21 ദശലക്ഷം ദിർഹം പിഴ ചുമത്തിയതായും അധികൃതർ വ്യക്തമാക്കി. നിയമവിരുദ്ധമായ ഇത്തരം പ്രവർത്തികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 24 ദുബായ്. ഖത്തറിൽ ചൊവ്വാഴ്ച നടക്കാനിരുന്ന പരീക്ഷകൾ ബുധനാഴ്ച മുതൽ പതിവ് രീതിയിൽ നടക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ജൂൺ 25 ബുധനാഴ്ച നടക്കേണ്ട പരീക്ഷകൾ ജൂൺ 26-നും ജൂൺ 26-ന് വ്യാഴാഴ്ച നടക്കേണ്ട പരീക്ഷകൾ ജൂൺ 29-നും നടക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പുതുക്കിയ തീയതികൾ പാലിക്കാനും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കുമായി ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ പിന്തുടരാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. തിങ്കളാഴ്ച രാത്രി അൽ അദൈദ് അമേരിക്ക വ്യോമത്താവളത്തിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിരുന്നു. എന്നാൽ അല്പനേരത്തെ ആശങ്കകൾക്ക് ശേഷം ഖത്തർ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് പുതിയ ഷെഡ്യൂളുകൾ പ്രഖ്യാപിച്ചത്. ഒമാനിൽ പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളുടെ നിരോധനം കൂടുതൽ മേഖലകളിലേക്ക്. ജൂലൈ 1 മുതൽ 5-ൽ പരം മേഖലകളിൽ കൂടി പ്ലാസ്റ്റിക് ബാഗ് ഉപയോഗ വിലക്ക് പ്രാബല്യത്തിൽ വരുമെന്ന് പരിസ്ഥിതി വിഭാഗം വ്യക്തമാക്കി. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകളുടെ നിരോധനത്തിന്റെ 3ാം ഘട്ടമാണിതെന്നും അധികൃതർ അറിയിച്ചു. ഘട്ടം ഘട്ടമായാണ് ഒമാനിൽ പ്ലാസ്റ്റിക് ബാഗുകൾ ഇല്ലാതാക്കുന്നത്. 2027 ജൂലൈ 1 പൂർണ്ണമായും പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ ഇല്ലാത്ത രാജ്യമായി ഒമാൻ മാറും. പഴം, പച്ചക്കറി കടകൾ, പാക്കേജിംഗ് യൂണിറ്റുകൾ, പലചരക്കടകൾ, മിഠായി ഫാക്ടറികൾ, മധുരപലഹാര കടകൾ, ഗിഫ്റ്റ് കടകൾ, ബേക്കറികൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലാണ് 3ാം ഘട്ട പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധനം വരുന്നത്. പകരം തുണിസഞ്ചികൾ, പേപ്പർ ബാഗുകൾ പോലെയുള്ള പരിസ്ഥിതി സൗഹൃദ കവറുകൾ ഉപയോഗിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാണിജ്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഉത്തരവ് ബാധകമായിരിക്കും. നിയമലംഘകർക്ക് 50 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കും. കുറ്റം ആവർത്തിക്കുന്നവരുടെ മേൽ പിഴ ഇരട്ടിയാകും. നിയമം ലംഘിച്ച് ഒമാനിലേക്ക് പ്ലാസ്റ്റിക് ഇറക്കുമതി ചെയ്യുന്നതും കുറ്റകരമാണ്. ഇത്തരക്കാരിൽ നിന്ന് 1000 റിയാൽ പിഴ ഈടാക്കും. പ്ലാസ്റ്റിക് ബാഗുകളുടെ നിരോധനത്തിന്റെ 1ാം ഘട്ടം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ആരംഭിച്ചത്. ആശുപത്രി, ഫാർമസി, ക്ലിനിക് എന്നിവിടങ്ങളിൽ ആദ്യം മുതൽ നിരോധനം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. 24 ഒമാൻ. മലപ്പുറം സ്വദേശി ഹൃദയാഘാതം മൂലം ഖത്തറിൽ അന്തരിച്ചു. മലപ്പുറം വളാഞ്ചേരി കാവുംപുറം തൊഴുവന്നൂർ സ്വദേശി മുഹമ്മദ് ആലുങ്ങലാണ് മരിച്ചത്. 61 വയസ്സായിരുന്നു. വഖ്രയിലെ താമസ സ്ഥലത്തായിരുന്നു അന്ത്യം. ഈ മാസം 29-ന് അവധിക്ക് നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് അന്ത്യം. വഖ്ര ഹമദ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് KMCC ഖത്തർ അൽ ഇഹ്സാൻ മയ്യത്ത് പരിപാലന കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. തിരികെ ഗൾഫ് ഫോക്കസിലേക്ക്. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ചവരുടെ ഔദ്യോഗിക കണക്ക് പുറത്തുവിട്ട് ഗുജറാത്ത് സർക്കാർ. അപകടത്തിൽ ആകെ 275 പേർക്ക് ജീവൻ നഷ്ടമായെന്നാണ് കണക്ക്. അതിനിടെ DGCA വിമാനത്താവളങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയതായി വ്യോമയാന മന്ത്രാലയം. അപകടം നടന്ന് 2 ആഴ്ച പിന്നിടുമ്പോഴാണ് ഔദ്യോഗിക കണക്ക് ഗുജറാത്ത് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടത്. 275 പേർക്ക് ജീവൻ നഷ്ടമായതിൽ 241 പേർ വിമാനത്തിലുണ്ടായിരുന്നവർ, 34 പേർ പ്രദേശവാസികൾ. തിരിച്ചറിഞ്ഞ 256 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ഇനി തിരിച്ചറിയാനുള്ളത് 19 പേർ. അതേസമയം വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ വിമാനത്താവളങ്ങളിലും വിമാനങ്ങളിലും DGCA നടത്തിയ പരിശോധനയിൽ ഗുരുതര ക്രമക്കേടാണ് കണ്ടെത്തിയത്. ജൂൺ 19 മുതലാണ് DGCA ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ 2 ടീമായി പരിശോധന നടന്നത്. വിമാനങ്ങളിലെ ന്യൂനതകൾ സമയബന്ധിതമായി പരിഹരിക്കുന്നില്ല. തകരാറുകൾ ടെക്നിക്കൽ ലോ ബുക്കിൽ രേഖപ്പെടുത്തുന്നില്ല. സീറ്റുകൾക്കടിയിൽ ലൈഫ് വെസ്റ്റുകൾ ശരിയായി ഉറപ്പിച്ചിട്ടില്ല. ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഉപകരണങ്ങൾ പലയിടത്തും ഉപയോഗശൂന്യം. ഒരു വിമാനത്താവളത്തിലെ റൺവേയിലെ സെൻട്രൽ ലൈൻ മാർക്കിംഗ് മാഞ്ഞ നിലയിലുമാണ്. വിമാനത്താവളത്തിന് സമീപത്തെ പുതിയ നിർമ്മിതികളും പരിശോധിച്ചിട്ടില്ലെന്ന് DGCA പരിശോധനയിൽ കണ്ടെത്തി. ഡൽഹി, മുംബൈ വിമാനത്താവളങ്ങളിലടക്കം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ന്യൂനതകൾ ഒരാഴ്ചക്കകം പരിഹരിക്കാൻ DGCA നിർദ്ദേശവും നൽകി. 24 ഡൽഹി. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകി ഡോക്ടർ ഷംഷീർ വയലിൽ. 6 കോടി രൂപയുടെ ധനസഹായമാണ് കൈമാറിയത്. VPS ലേക്ക് ഷോർ ചെയർമാനും VPS സ്ഥാപകനുമാണ് ഡോക്ടർ ഷംഷീർ വയലിൽ.
അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞവരും ചികിത്സയിൽ കഴിയുന്നതുമായ ആരോഗ്യരംഗത്തുള്ളവരുടെ കുടുംബാംഗങ്ങൾക്കാണ് VPS സ്ഥാപകൻ ഡോക്ടർ ഷംഷീർ വയലിൽ സഹായഹസ്തം നീട്ടിയത്. BJ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് വിമാനാപകടത്തിൽ മരിച്ചത്. 6 കോടി രൂപയുടെ സഹായ പാക്കേജാണ് വിതരണം ചെയ്തത്. കോളേജ് ഡീൻ ഡോക്ടർ മീനാക്ഷി പരീഖ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാകേഷ് S. ജോഷി, ജൂനിയർ ഡോക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങൾക്ക് സഹായം നൽകിയത്. ये फिलैंथ्रोपिक एक मिशन है और जैसा मैंने सुना है डॉक्टर शमशीर जो कि खुद एक रेडियोलॉजिस्ट हैं और दुबई में सेटल हुए हैं, जब कभी भी कोई भी डॉक्टर मुश्किल में होता है तो वो अपनी तरफ से विदाउट एनी मीडिएशन वो डॉक्टर्स को हर तरह की हेल्प करना चाहते हैं और करते हैं. तो जब उन्होंने ये सुना प्लेन क्रैश के बारे में, उन्होंने बहुत जेनरसली എയർ ഇന്ത്യ ദുരന്തം ആഘാതമേൽപ്പിച്ചവർക്ക് ലഭിക്കുന്ന ആദ്യ സാമ്പത്തിക സഹായമാണ് ഡോക്ടർ ഷംഷീർ വയലിലിന്റേത്. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 4 യുവ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപയുടെ ചെക്ക് കൈമാറി. അപകടത്തിൽ ഉറ്റവരെ നഷ്ടമായ ഡോക്ടേഴ്സിനും സഹായം നൽകി. പരിക്കേറ്റ് 5 ദിവസത്തിലധികം ആശുപത്രിയിൽ കഴിയേണ്ടി വന്ന 14 പേർക്ക് 3.5 ലക്ഷം രൂപയുടെ സഹായവും കൈമാറി. ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും മെഡിക്കൽ സമൂഹം മുഴുവൻ ഒപ്പമുണ്ടെന്നും ഡോക്ടർ ഷംഷീർ വയലിൽ ഉറപ്പു നൽകി. സഹായത്തിന് നന്ദി പറഞ്ഞ് മരിച്ചവരുടെ ഉറ്റവർ. हम इसमें से बच्चों के लिए कुछ करेंगे. हमारा गांव है और खेत में बाड़ी बिस्तर में हम रहते हैं. वहाँ हम बच्चों के लिए छोटा सा गार्डन बनाएंगे और जो छोटे बच्चे हैं ना बाल मंदिर में जाते हैं KG में, उसके लिए भी कुछ करेंगे. സഹായ വിതരണ ചടങ്ങിനു ശേഷം ദുരന്തത്തിൽ മരിച്ച BJ മെഡിക്കൽ കോളേജിലുള്ളവർക്കായി പ്രത്യേക പ്രാർത്ഥനയും നടന്നു. ന്യൂസ് ഡെസ്ക് 24. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.